തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ KS ഉദ്യോഗസ്ഥർക്ക് പുതിയ ചുമതല നൽകാതെ സർക്കാർ 13 KSകാരാണ് പുതിയ ചുമതല ലഭിക്കാതെ 2 മാസമായി വീട്ടിലിരിക്കുന്നത്. KS റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 6 മാസം പിന്നിട്ടിട്ടും 1ാം റാങ്കുകാരനായ ഉദ്യോഗാർത്ഥിക്ക് പോലും നിയമനം കിട്ടിയില്ല. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഡെപ്യൂട്ടി കളക്ടർ, GST ഡെപ്യൂട്ടി കമ്മീഷണർ, മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ചുമതല വഹിച്ചിരുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ 13 ഉദ്യോഗസ്ഥരാണ് ജോലിയില്ലാതെ 2 മാസത്തോളമായി വീട്ടിലിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വരണാധികാരികളായി വിവിധ ജില്ലകളിലേക്ക് പോയവർക്കാണ് തിരിച്ചു വന്നപ്പോൾ സീറ്റ് നഷ്ടപ്പെട്ടത്. പൊതുസ്ഥലമാറ്റത്തിനൊപ്പം ഇവരുടെ പോസ്റ്റിംഗ് ഉണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. അതേസമയം KS സർവീസിനോട് താല്പര്യമില്ലാത്ത സെക്രട്ടറിയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഫയൽ നീക്കാത്തതിന് പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥക്ഷാമം ഉണ്ടെന്ന് സർക്കാർ പരാതിപ്പെടുമ്പോൾ തന്നെയാണ് 1 ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങുന്ന 13 KS ഉദ്യോഗസ്ഥർ പോസ്റ്റിംഗ് ഇല്ലാത്തതിനാൽ വീട്ടിലിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിനാണ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗിന്റെ ചുമതല. അതേസമയം KS 2ാം ബാച്ചിന്റെ റാങ്ക് പട്ടിക വന്ന് 6 മാസം പിന്നിട്ടിട്ടും നിയമനം തുടങ്ങിയിട്ടില്ല. 1ാം റാങ്കുകാരന് പോലും നിയമനം കിട്ടിയില്ല. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഇതുവരെ നിയമനമൊന്നും ആയില്ലേ? കാരണം കഴിഞ്ഞ KS ബാച്ചിന് 16 ദിവസം കൊണ്ടാണ് അവരുടെ അപ്പോയിൻമെന്റ് നിയമനം നടക്കുന്നത്, അപ്പോൾ അഡ്വൈസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും ആ ഒരു സ്പീഡിൽ കിട്ടുന്ന ഒരു എക്സ്പെക്ടേഷനിലാണ് ആളുകളൊക്കെ ഞങ്ങളെ അപ്രോച്ച് ചെയ്തത്. PSC 31 ഒഴിവുകളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. 1 വർഷം മാത്രം കാലാവധിയുള്ള പട്ടികയിലാണ് നിയമനം വൈകുന്നത്. സിജോ വിജോടിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം.